നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. ഇപ്പോൾ ചക്കയ്ക്കും ചക്കക്കുരുവിനും വൻ ഡിമാൻഡാണ്. ചക്കക്കുരുവിൻ്റെ വില കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞെട്ടിപ്പോവും. അത്രയ്ക്ക് വിലയാണ്. വരുന്നു ചക്കയുടെ സുവർണകാലം. മൂപ്പത്തും മുമ്പേ കച്ചവടക്കാർ വില പറഞ്ഞ് സ്വന്തമാക്കുന്നു. ഗ്രാമീണ ജനതയുടെ ഇഷ്ടവിഭവങ്ങളിലൊന്നായ ചക്കയ്ക്കിപ്പോൾ നാട്ടിലും മറുനാട്ടിലും ആവശ്യക്കാരേറെ. ജനുവരി മുതൽ ചക്കയുടെ സീസൺ ആരംഭിച്ചതോടെ ഡിമാൻഡും കൂടി. ഹൈറേഞ്ചിലും ലോ റേഞ്ചിലുമുള്ള പ്ലാവുകളിൽ നിന്നുമായി സംസ്ഥാനത്തിനകത്തും പുറത്തുമായി ടൺ കണക്കിന് ചക്കയാണ് വിപണിയിൽ എത്തുന്നത്. നേരത്തെ ആവശ്യക്കാരില്ലാതെ ഗ്രാമങ്ങളിൽ പഴുത്ത് ചീഞ്ഞ് ചാടിയിരുന്ന ചക്കകളുടെ സ്ഥാനത്തിപ്പോൾ മൂപ്പത്തും മുമ്പേ കച്ചവടക്കാർ ചക്ക വില പറഞ്ഞു സ്വന്തമാക്കുന്നു. ചുള മുതൽ കുരുവരെയും വൻ ഡിമാൻഡ്. ചക്കയുടെ ചുള മുതൽ കുരുവരെയുള്ള മുഴുവൻ സാധനങ്ങൾക്കും ഡിമാൻഡ് വർദ്ധിച്ചു. ചക്ക മുഴുവനായും ചുളകളായുമെല്ലാം മാർക്കറ്റിൽ സുലഭമാണ്. ജനുവരി മുതൽ ജൂൺ വരെയുള്ള 6 മാസമാണ് ചക്ക കിട്ടുന്നത്. മഴക്കാലത്തും ചുരുങ്ങിയ തോതിൽ ചക്ക കിട്ടാറുണ്ട്. പ്രത്യേകിച്ച് മറയൂർ മേഖലയിലെ ചക്കകൾക്കാണ് വൻ ഡിമാൻഡ്. മധുരമേറിയതിനാലാണ് ഈ ചക്കകൾക്ക് പ്രിയങ്കരമാകുന്നത്. കാലാവസ്ഥയും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുമാണ് ചക്കയ്ക്ക് മധുരമേറാൻ കാരണം. ഓരോ ചക്ക സീസണിലും ടൺ കണക്കിന് ചക്കകളാണ് അതിർത്തി കടക്കുന്നത്. വീടുകളിൽ നിന്ന് ചെറിയ വിലകളിൽ വാങ്ങുന്ന ചക്കകൾ വിപണിയിലെത്തിയാൽ പിന്നെ മോഹവിലയാണ്. സംരംഭക സാധ്യതകൾ തുറന്ന് ചക്ക വിപണി. വിപണിയിലെ താരമായതോടെ സംരംഭകർക്ക് വിശാല സാധ്യതകളാണ് ചക്ക നൽകുന്നത്. വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്താൽ വലിയ വരുമാനം നേടാമെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത്. തൊടുപുഴയിലെ കർഷക കൂട്ടായ്മ ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി വർഷങ്ങളായി പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. സീസൺ ആരംഭിച്ചതോടെ ഇത്തവണയും അവർ ചക്ക വിപണി ആരംഭിച്ചു കഴിഞ്ഞു. കർഷക ഓപ്പൺ മാർക്കറ്റിൽ വരിക്കച്ചക്ക കിലോയ്ക്ക് 30 രൂപയും ചക്കച്ചുള കൂഴയും വരിക്കയും 100 രൂപയ്ക്കും ചക്കച്ചുള അരിഞ്ഞതിനും 110 രൂപയ്ക്കുമാണ് കർഷകരിൽ നിന്നും സംഭരിക്കുന്നത്. ചക്കക്കുരു 50 രൂപയ്ക്ക് സംഭരിക്കും. കൂടാതെ മുരിങ്ങയില കിലോഗ്രാമിന് 40 രൂപ, നാടൻ കറിവേപ്പില തണ്ടില്ലാതെ 50 രൂപ, കസ്തൂരി മഞ്ഞൾ 50 രൂപ എന്നിങ്ങനെ ഇവിടെ സംഭരിക്കുന്നുണ്ട്. മികച്ച വിപണനം നടത്തുന്ന കർഷകർക്ക് ചക്കശ്രീ പുരസ്കാരവും നൽകുന്നു. ഏറ്റവും കൂടുതൽ ചക്കച്ചുള വിൽക്കുന്നവർക്കാണിത്. കഴിഞ്ഞ വർഷം 1,36,000 രൂപയുടെ ചക്കച്ചുള വിൽപ്പന നടത്തിയ കർഷകന് ഈ ബഹുമതി ലഭിച്ചു. 1 ലക്ഷം രൂപയുടെ ചക്കച്ചുളകളാണ് 2ാം സ്ഥാനത്തെത്തിയ കർഷകൻ മാർക്കറ്റിൽ വിൽപ്പന നടത്തിയത്. അപ്പോൾ ചക്കയ്ക്ക് വൻ ഡിമാൻഡാണ്. നിങ്ങളും ഇങ്ങനെ ചക്ക കൊടുക്കുക. പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ ചക്കക്കുരുവായിട്ട് പോകുമായിരുന്നു വിൽക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത് ആരും കൊണ്ടുപോകുന്ന ഒരു പതിവില്ല. അതായിരിക്കും ഇപ്പോൾ ഇത്രയേറെ ഡിമാൻഡ് വർദ്ധിക്കാനുണ്ടായ കാരണം. 1 കിലോ ചക്കക്കുരുവിന് 50 രൂപ കിട്ടുക പറയുന്നത് വലിയൊരു തുക തന്നെയാണ്. അപ്പോൾ എല്ലാവരും ചക്കക്കുരുവൊക്കെ പറക്കി മാർക്കറ്റിൽ കൊണ്ട് കൊടുക്കണം. ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.